ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും നയനം ഇഷ്ടപ്പെടുന്നുണ്ടോ? നയനം ഒത്തിരി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇനിയും ദൂരം സഞ്ചരിക്കാനുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പാർട്സ് ഒക്കെ ഓരോ ദിവസം ഇടുമ്പം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നയനം 29-ാം ഭാഗത്തിലേക്ക് വരാം. അവൾ പോകുന്നത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു. നയന ട്രോളി കയ്യിൽ തൂക്കി പാടുപെട്ട് പടികൾ കയറി വലിയൊരു പാറയുടെ അരികിലൂടെ ആ കൊച്ചു വീടിൻ്റെ മുറ്റത്തെത്തി. അവളൊന്ന് തിരിഞ്ഞു നോക്കി. കാലിൽ തന്നെ ഇരുന്നു അവളുടെ പോക്ക് നിരീക്ഷിക്കുന്നുണ്ട് അർജുൻ. അങ്ങ് ദൂരെ നിൽക്കുകയാണെങ്കിലും അത്രമേൽ അടുത്ത് നിൽക്കുന്നത് പോലെ അവൻ അവളെ കണ്ടു. കൊതി തീരുവോളം ഡോർ ഗ്ലാസ് ഉയർത്തി അവൻ കാർ റിവേഴ്സ് എടുത്ത് പോയിട്ടേ നയന വീട്ടിലേക്ക് നടന്നതുള്ളൂ. മുൻവശത്തെ അയയിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ തലയിൽ തട്ടാതെ അവൾ കുനിഞ്ഞു നിവർന്നു. നയന നോക്കുമ്പോൾ ത്രേസ്യ അലക്കായിരുന്നു. പാറയുടെ മുകളിലൂടെ വരുന്ന പൈപ്പിൽ നിന്നും വെള്ളം ഒരു വട്ടയിൽ നിറച്ചിട്ടുണ്ട്. അതിൽ തുണി മുക്കാൻ കുനിയുന്ന നേരം കണ്ടു അരികിൽ ഒരു ട്രോളി പിടിച്ചു നിൽക്കുന്ന തൻ്റെ മകളെ. സന്തോഷം കൊണ്ട് അവൾ അമ്മയുടെ കണ്ണുകൾ തിളങ്ങി. കൊച്ചേ, തുണി വട്ടയിൽ തന്നെ മുക്കിയിട്ട് ത്രേസ്യ ഓടി അടുത്തേക്ക് വന്നു. നയന കരച്ചിൽ കടിച്ചമർത്തി ട്രേസ്യയോട് പുഞ്ചിരിച്ചു. എൻ്റെ കുട്ടി വരുന്ന കാര്യമൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ട്രേസ്യ നനഞ്ഞ കൈ നനഞ്ഞ സാരിയിൽ തുടച്ചു. പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു അമ്മച്ചി, അതാ പറയാതിരുന്നത്. നയന ട്രേസ്യയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു. പൊക്കം കുറഞ്ഞ നല്ല വണ്ണമുള്ളൊരു സ്ത്രീയാണവർ. വാരിപ്പുണർന്നാലും കൈയെത്തില്ല. നയന കൈയെത്തിച്ച് പിടിച്ച് ഇറുക്കാനുള്ള തത്രപ്പാടിലാണ്. അമ്മയുടെ വിയർപ്പ് ഗന്ധം അവളിൽ ആശ്വാസം നിറച്ചു. തൻ്റെ കൂടെ വന്നവൻ തിരികെ പോയ വിരഹമൊക്കെ പാടെ വിസ്മരിച്ചു. ദേഹം മുഴുവൻ അഴുക്കും വെള്ളവുമാണടി കൊച്ചേ, നിന്റെ ഈ നല്ല ഡ്രസ്സിലാക്കേണ്ട. ത്രേസ്യ അവളുടെ ആ ഭംഗിയുള്ള വസ്ത്രത്തിലേക്ക് നോക്കി. വിലപിടിപ്പുള്ള വസ്ത്രമാണ്. അവസാനം കണ്ടതിലും വെച്ച് നിറവും തടിയും വന്നിട്ടുണ്ട്. കണ്ണുകൾക്കൊക്കെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്തത്ര തെളിച്ചം. നിനക്ക് അവിടെ നല്ല സുഖമാണല്ലേ? സന്തോഷം കൊണ്ട് തുടുത്ത മുഖഭാവത്തോടെ ട്രേസ്യ ചോദിച്ചു. നയന ആ ചോദ്യം കേട്ടൊന്ന് ഉഴറി. അമ്മച്ചിയെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണോ? അപ്പച്ചനെന്തി അമ്മച്ചി? കണ്ണിൽ തെളിഞ്ഞ കളവ് ഒതുക്കാൻ അവൾ വേഗം അമ്മച്ചിയോട് ചോദിച്ചു. എവിടെയോ പുല്ല് വെട്ടാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. നേരത്തെ വരാമെന്നാ പറഞ്ഞാ പോയത്. ചിലപ്പോൾ ഉച്ചക്കഞ്ഞിക്ക് വരുമായിരിക്കും. ട്രേസി അലക്കാനുള്ള വസ്ത്രങ്ങൾ അലക്ക് കല്ലിന് മുകളിൽ കയറ്റി വെച്ചു. ഇല്ലെങ്കിൽ നായ വന്നതിൽ തലയിടും. ചേച്ചി! പിറകിൽ നിന്നും വന്ന ശബ്ദം അവളുടെ പിറകിലൂടെ വന്ന് പുണർന്നു. കുഞ്ഞുമോളെ! പിന്നിലൊട്ടിപ്പിടിച്ച ദേഹത്തെ തൻ്റെ നെഞ്ചിലേക്കാക്കിയ നയന അവളുടെ തലയിൽ തലോടി. കുഞ്ഞുമോളെ അവൾ കൺകുളിർക്കെ കണ്ടു. തലമുടിയൊക്കെ ചീകി നല്ല മെനയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അത് മുൻപും അവൾ അങ്ങനെ തന്നെയാ. രണ്ടുപേരും വീട്ടിൽ ഒരുമിച്ചായിരുന്ന സമയത്ത് നയന മുടി തൂക്കിയിട്ടും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കും. പക്ഷേ കുഞ്ഞുമോൾ അപ്പോൾ വല്ല കല്യാണത്തിനും പോകാൻ ഒരുങ്ങിയ പോലെ നടക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഞാനും കുഞ്ഞുമോളും ഒരുപോലെയായി. നയന മനസ്സിൽ ഓർത്തു. കുഞ്ഞുമോൾ ഇന്ന് സ്കൂളിൽ പോയില്ലേ? നയന കൊണ്ടുവന്ന ട്രോളി തൂക്കി നോക്കുന്നവളോടായി അവൾ ചോദിച്ചു. ഈ അമ്മച്ചി വിട്ടില്ല. ട്രോളി അവിടെ വെച്ച് അവൾ മുഖം കൂർപ്പിച്ചു. സ്കൂളിൽ ഇപ്പോൾ സ്പോർട്സ് നടക്കുകയാണ്. പൊടിയും വെയിലും കൊണ്ട് വല്ല സൂക്കേടും വന്നാൽ എനിക്ക് പേടിയാ മോളെ, ഞാൻ വിട്ടില്ല. ട്രേസി അവൾക്ക് മുമ്പേ അകത്തേക്ക് കടന്നു. അമ്മച്ചി വെറുതെ ഇങ്ങനെ ആദ്യ കൂട്ടി അവളെ രോഗിയാക്കാതിരുന്നാൽ മതി. കുഞ്ഞുമോൾക്കിപ്പോൾ ഒന്നുമില്ല. അവൾ നമ്മളെക്കാൾ ആരോഗ്യവതിയാ അല്ലേ കുഞ്ഞുമോളെ? അല്ല പിന്നെ. സഹോദരിമാർ രണ്ടും നെറ്റിമുട്ടിച്ച് ചിരിച്ചു. ചോദിക്കാൻ വിട്ടു, നീ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? ട്രെയിനിലാണോ? അടുക്കളയിലേക്ക് പോയ ത്രേസ്യ വേഗത്തിലാ തിരിച്ചെത്തിയത്. ഇതേ അടുത്ത ചോദ്യം. ഈ അമ്മച്ചിയെ കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞ് ചാവും. അത് പിന്നെ എൻ്റെ കോളേജിലെ ഒരു ഫ്രണ്ടിനെ അവരുടെ ഫാമിലി പിക്ക് ചെയ്യാൻ വന്നു. കാറിൽ നിറയെ സ്ഥലം ബാക്കിയുണ്ടെന്ന് കണ്ടപ്പോൾ അവൾ എന്നെയും കൂട്ടി. ഞാൻ അപ്പോൾ ഇങ്ങ് പോന്നു. വിരലുകൾ കൂട്ടിത്തിരമ്മി പെറുക്കി കൂട്ടിയുള്ള കഥമനയിലാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഓർത്തെടുത്ത് പറയുന്ന പോലെ. അങ്ങനെ കിട്ടിയ വണ്ടിക്കൊന്നും പോരരുത് കൊച്ചേ, കെട്ട കാലമാണ്. എന്തൊക്കെ തരം ആളുകളുള്ളതാ. പ്രായം തികഞ്ഞ പെണ്ണിനെ കണ്ണെത്താ ദൂരത്ത് പറഞ്ഞയച്ചുവെന്നും പറഞ്ഞ് നാട്ടുകാർക്ക് മുറുകുറുപ്പാ. അവരോട് പോകാൻ പറ അമ്മച്ചി. പുറത്തു പോയി പഠിക്കുന്ന ആരാ ഈ നാട്ടിലുള്ളത്? നമ്മുടെ ചേച്ചിയല്ലാതെ. അതിൻ്റെ അസൂയ സകലെണ്ണത്തിനും. കുഞ്ഞുമോൾ ഗമയോടെ പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. ചേട്ടാ,
ഇവിടെ താമസിക്കാൻ ഒരു വീട് കിട്ടാൻ വഴിയുണ്ടോ? ഒരു ദിവസത്തേക്ക് മതി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കാറിൽ നിന്നിറങ്ങി അർജുൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു. ഇവിടെയുള്ള ആളല്ലേ? മധ്യവയസ്കനായ ആ മനുഷ്യൻ അർജുനെ അടിമുടി നോക്കി. അല്ല ചേട്ടാ, കുറച്ച് ദൂരെന്നാ. അർജുൻ അയാളോട് പറഞ്ഞു. വീടൊക്കെ കിട്ടാൻ പ്രയാസമാണ്, അതും ഒരു ദിവസത്തേക്ക്. പിന്നെ ഹോട്ടൽ കിട്ടണമെങ്കിൽ ടൗണിൽ പോകണം. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ തുടർന്നു. ഹോട്ടലൊന്നും വേണ്ട ചേട്ടാ, ഒരു മുറി അതായാലും മതി. അർജുൻ അസ്വസ്ഥതയോടെ നെറ്റി ഉഴിഞ്ഞു. ലോഡ്ജ് മതിയോ? അയാൾക്കത് ചോദിക്കാൻ അല്പം ധൈര്യം കുറഞ്ഞ പോലെ. അവൻ്റെ ആ നിൽപ്പും വസ്ത്രധാരണവും വന്നിറങ്ങിയ വാഹനത്തിൻ്റെ പ്രൗഢിയും കണ്ടാൽ അറിയാം ചിക്കിളിയുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ലോഡ്ജെങ്കിൽ ലോഡ്ജ്, ചേട്ടൻ എൻ്റെ കൂടെ വരുമോ? എനിക്കിതൊന്നും അത്ര വശമില്ല. അർജുൻ പറഞ്ഞതും അയാൾ സന്തോഷത്തോടെ തലകുലുക്കി പിറകെ നടന്നു. ഇങ്ങോട്ടെന്തിനാ വന്നത്? കാറിൽ മുൻസീറ്റിലിരുന്ന് കണ്ണോടിക്കുന്നതിന് കൂടെ അയാൾ ചോദിച്ചു. ഇവിടെ ഒരു സാധനം കൊടുക്കാൻ വന്നതാ. പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നാളെ പോകുന്നുള്ളൂ. അർജുൻ ചിരി ഒതുക്കി പറഞ്ഞു. സമയം 3 മണിയായപ്പോൾ കോശിയും വന്നു. ഉമ്മറത്ത് നിൽക്കുന്ന തൻ്റെ മകളെ കണ്ട് അയാളൊന്ന് സ്തംഭിച്ചുപോയി. കൊച്ചേ! കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ വലിയ ശബ്ദത്തിൽ താഴേക്കിട്ട് കോശി മകൾക്കരികിലേക്ക് ഓടി. നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച അവളിലും ദുഃഖം നിറച്ചു. ഇതെന്നാ പെട്ടെന്നൊരു വരവ്? പരീക്ഷയൊക്കെ കഴിഞ്ഞോ? നെറുകയിൽ തലോടവേ നിറകണ്ണാൽ കോശി തിരക്കി. ഏത് പരീക്ഷ? 3 ആഴ്ചയോളമായി കോളേജിൻ്റെ പടി ചവിട്ടിയിട്ട്. അങ്ങനെ ഉള്ളവൾക്ക് എന്ത് പരീക്ഷ? ഇതെങ്ങാനും ഇവിടെ പറയാൻ ഒക്കുമോ? ഇല്ല അപ്പച്ച, പരീക്ഷ വരുന്നേ ഉള്ളൂ. അപ്പച്ചൻ ഇരിക്കെ, ഞാനൊരു കൂട്ടം എടുത്തിട്ട് വരാം. തിടുക്കത്തോടെ നയന അകത്തേക്കോടി. അതൊരു രക്ഷപ്പെടലായിരുന്നു. കുഴലപ്പം ഉണ്ടാക്കാനുള്ള മാവ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ത്രേസ്യ. അമ്മച്ചിയും വാ. കയ്യിലെ കവർ പിടിച്ചു കൊണ്ട് നയന അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നതാ കൊച്ചേ, കയ്യിലൊക്കെ അപ്പടിയാ മാവാ? അത് കൈകേച്ച് വാ അമ്മച്ചി. നയന കൊച്ചു കുഞ്ഞിനെ പോലെ കിണുങ്ങിക്കൊണ്ട് മുൻവശത്തേക്ക് നടന്നു. ഇവളുടെ ഒരു കാര്യം. തലയൊന്നാട്ടി ചിരിച്ചു ത്രേസ്യ അവൾ പോകുന്നത് നോക്കി മാവ് നല്ലോണം കുഴച്ചെടുത്തു. എത്ര നാളുകളായി മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചിട്ട്. ഒത്തിരി അങ്ങ് സന്തോഷിക്കാനും പേടിയാ. 2 പെൺമക്കളെ കർത്താവ് അവർക്ക് അനുയോജ്യരായ 2 ഇണകളെയും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത് അപ്പച്ചന്. ഉമ്മറത്തെ പൈപ്പിൽ നിന്ന് കൈയും മുഖവും കഴുകി വന്ന് തോർത്തുകൊണ്ട് മുഖം തോർത്ത് നിൽക്കുന്ന കോശിക്ക് നേരെ നയന ഒരു കവർ നീട്ടി. അത് വാങ്ങിക്കാൻ വേണ്ടി കോശി വേഗമാ തോർത്ത് തോളിലിട്ടു. ഇതമ്മച്ചിക്ക്. ത്രേസ്യയും നനഞ്ഞ കൈ സാരിത്തുമ്പിൽ തുടച്ച് ശങ്കയോടെ വന്നു നിന്നതും അവൾ അമ്മച്ചിക്ക് നേരെയും ഒരു കവർ വാങ്ങി. എവിടെ അവൾ? കുഞ്ഞുമോള്. നയന അവസാനത്തെ കവർ എടുത്ത് കയ്യിൽ തൂക്കിക്കൊണ്ട് ചുറ്റും നോക്കി. കുളിക്കാൻ പോയതാ. നിന്നെ കണ്ടപ്പോൾ കുളിയും ജപമൊക്കെ അവൾ മറന്നു. ഇല്ലെങ്കിൽ കുളിച്ചും പൗഡറൊക്കെ ഇട്ട് ഇരിപ്പാ. ത്രേസ്യ ആ കവർ തുറന്നു നോക്കുന്നുണ്ട്. ഞാൻ കുളിക്കാൻ നേരം കുറേ വിളിച്ചതാ, വന്നില്ല അവള്. നയന ആ കവർ തിണ്ണയിൽ വെച്ചു. ഇതൊന്നും വേണ്ടായിരുന്നു കൊച്ചേ, കുറേ കാശായില്ലേ. നിനക്ക് അവിടെ ജോലിയൊന്നുമില്ലല്ലോ, നിന്റെ കാര്യങ്ങൾ തന്നെ നടന്നാൽ മതിയെന്നാണ് മനസ്സിൽ. കോശി ആ തിണ്ണയിലേക്ക് ഇരിക്കുന്നേരം പറഞ്ഞു. ഇത് ഞാൻ വാങ്ങിയതല്ല അപ്പച്ച. പിന്നെ? പുഞ്ചിരിയോടെ പറയുന്നവളോട് ഒരേ സ്വരത്തിൽ ചോദിച്ചു കോശിയും ത്രേസ്യയും. കുഞ്ഞുമോളുടെ സർജറിക്ക് സഹായിച്ചില്ലേ, ആ മനുഷ്യൻ വാങ്ങിത്തന്നതാ. നയനയുടെ ഹൃദയം കിലുകിലാ വിറച്ചു. താടകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ടാകുമോ? കോശിയും ത്രേസ്യയും പരസ്പരം നോക്കി അന്താളിച്ചു നിന്നു. അപ്പോൾ അന്ന് ആ സഹായം ചെയ്ത മനുഷ്യനെ കൊച്ച് കാണാറുണ്ടോ? ആ തോർത്തുകൊണ്ട് മുഖമൊന്ന് തുടച്ചു കഴിഞ്ഞു. കോശി നയനയെ ആശ്ചര്യത്തോടെ നോക്കി. ഇല്ല അപ്പച്ച, ഒരിക്കൽ കോളേജിൽ വന്നു, അന്നേരം തന്നതാ. കടിച്ചാ പൊട്ടാത്ത നുണയാണ് പറഞ്ഞത്. വീട്ടിൽ ചെന്നിട്ട് ഇക്കാര്യം പറഞ്ഞാൽ മതിയെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത്. കള്ളം പറഞ്ഞ് നയനയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്നായി. ഇതാടി കാന്താരി നിനക്കുള്ളത്. കുളി കഴിഞ്ഞ് ബക്കറ്റും ചുഴറ്റിക്കൊണ്ടുവരുന്നവളോട് പറഞ്ഞതും കുഞ്ഞുമോൾ മേയിച്ചു നിന്നു. എനിക്കോ? ബക്കറ്റ് താഴേക്ക് വെച്ച് അവൾ ഓടി വന്നു. ആദ്യം എടുത്തു കൊടുത്തത് ചോക്ലേറ്റിൻ്റെ വലിയൊരു ബോക്സായിരുന്നു. കുഞ്ഞുമോൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അർജുൻ പ്രത്യേകം നയനയുടെ കയ്യിൽ വെച്ച് കൊടുത്തത് ഇത് മാത്രമാണ്. അത്രയും വില കൂടിയ ചോക്ലേറ്റുകളും പിന്നെ ആ ഡ്രസ്സും. കുഞ്ഞുമോൾ സന്തോഷത്തോടെ ബോക്സ് മുറുകെ പിടിച്ച് അതിൽ അവൾക്ക് അപ്പച്ചനല്ലാതെ ആരും ഇന്നേ വരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാകും കുഞ്ഞുമോളുടെ കണ്ണ് നിറഞ്ഞത്. അവൾ ആ വസ്ത്രത്തിലേക്കും ബോക്സിലേക്കും കൊതിയോടെ നോക്കി. കൺമുന്നിലെ കാഴ്ചകൾ കാണേ, ഓരോരുത്തർക്കായി കിട്ടിയ പൊതി നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവരുടെ മുഖം കാണേ, നയനയ്ക്ക് അർജുനോടുള്ള സ്നേഹം ബഹുമാനവും ഇരട്ടിച്ചു.
അവൾക്ക് ഓടിപ്പോയി അവനെ കെട്ടിപ്പുണരാൻ തോന്നി. പോകുന്നതിൻ്റെ തലേ ദിവസം തന്നോടൊരു വാക്ക് പോലും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിക്കൊണ്ടു വന്നതാണ് ഇതൊക്കെയും. ഇതെല്ലാം തീർത്തും അവൻ്റെ സെലക്ഷനാണ്. ഹോട്ടലിൽ നിന്ന് നയന അവളുടെ ട്രോളി തുറന്നു നോക്കിയപ്പോൾ മാത്രമാണ് ഇതൊക്കെ കണ്ടതും. ഹോട്ടലിൽ വെച്ചുള്ള പിണക്കവും പരിഭവങ്ങളുമൊക്കെ മാറി വന്നപ്പോഴേക്കും ഇതേക്കുറിച്ച് സംസാരിക്കാനും മറന്നുപോയി. പക്ഷേ ഇതൊക്കെ അവർക്ക് വാങ്ങിയതാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പ്രായമുള്ള ആളാണോ അയാൾ? ത്രേസി അവരുടെ കവറിലുള്ള പൊതി അയച്ചെടുത്തു. അവർക്ക് സാരിയാണ്. എനിക്കറിഞ്ഞൂടാ. നയന കള്ളക്കുറുമ്പ് കാണിച്ചു അകത്തേക്ക് വലിഞ്ഞു. കണ്ടാൽ അറിഞ്ഞൂടെ പ്രായമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ത്രേസിക്ക് വിടാൻ ഭാവമില്ല. അവർ സാരി നെഞ്ചോട് വെച്ച് ഭംഗി ആസ്വദിച്ചും അകത്തേക്ക് പോയവളെ എത്തി നോക്കി ചോദിച്ചു, നിനക്കറിഞ്ഞിട്ടെന്തിനാ? മകളും അമ്മച്ചിയും തമ്മിലുള്ള സംഭാഷണം കേട്ട് സായിക്കെട്ട് കോശി ഇടപെട്ടു. ത്രേസിയുടെ മുഖം വിവരണമായി. അവർ ആ കവർ എടുത്തു അകത്തേക്ക് പോയി. ത്രേസി കുഴലപ്പം ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും നയന ചായയും കാച്ചിയെടുത്തു. എല്ലാം റെഡിയാക്കി ഉമ്മറത്തെ തിണ്ണയിൽ വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് മുറ്റത്തൊരാൾ. അവർ എപ്പോഴും കഴിക്കുന്നത് ആ മുൻവശത്തിരുന്നാണ്. കാറ്റുകൊണ്ടിരുന്ന് കഴിക്കാൻ രസമാണെന്ന് സ്വയം സമാധാനിക്കാൻ പറയുമെങ്കിലും അകത്ത് അതിനുള്ള സൗകര്യമില്ല എന്നതാണ് സത്യം. ഇതാര്? ഇളയപ്പൻ്റെ നയനക്കൊച്ചോ? കോശിയുടെ അനിയനാണ് തോമസ്. തോമസിൻ്റെയും കോശിയുടെയും അപ്പച്ചൻ അവരുടെ ചെറുപ്പത്തിലേ മരിച്ചതാണ്. അവരുടെ പ്രായമായ അമ്മച്ചി ഇപ്പോൾ തറവാട് വീട്ടിൽ തോമസിനും ഭാര്യ ലിസിക്കും 2 ആൺമക്കൾക്കുമൊപ്പമാണ് താമസിക്കുന്നത്. മടക്കി കുത്തിയ മുണ്ടഴിച്ചിട്ട് ചെരുപ്പ് ഊരി തോമസ് ഉമ്മറത്തേക്ക് കയറി. കുഴലപ്പം നിറച്ച പാത്രം കണ്ടതും കക്ഷി വേഗം അവിടെ തന്നെ സ്ഥാനം പിടിച്ചു. രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇതെവിടെ പോയി തോമസേ? കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ച് വിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്തു നിന്ന് വിറക് വാങ്ങാൻ പറഞ്ഞു വിട്ടതാണ് തോമസിനെ. അതിൻ്റെ വിവരം കൊടുക്കാൻ രാവിലെ എത്താമെന്ന് പറഞ്ഞവൻ വരുന്നത് സന്ധ്യക്ക്. ഒന്നും പറയണ്ട ചേച്ചി, ഉച്ചക്കൊരു വള്ളിക്കെട്ട് എൻ്റെ കാലിൽ ചുറ്റി. പിന്നെ അത് കാലിൽ നിന്ന് ഒഴിവാക്കാൻ കുറേ നേരമെടുത്തു. വെറുതെ ആയില്ല, നല്ല ചിക്കിളിയും കിട്ടി. തോമസ് പോക്കറ്റിൽ നിന്നും 500-ൻ്റെ നോട്ട് നിവർത്തി അവരെ കാണിച്ചു കൊടുത്തു. ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ തോമസിന് ഒഴിച്ചു കൊടുത്തു. വള്ളിക്കെട്ടോ? വലിയ ശബ്ദത്തിൽ കൊയിലപ്പം കടിച്ചു മുറിക്കുന്നവനെ നോക്കി ത്രേസ്യ തിരക്കി. തുടരും. ഏതാണ് ആ വള്ളിക്കെട്ട്? അത് നമ്മുടെ അർജുനല്ലയോ? അപ്പോൾ അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. താങ്ക് യു.